തിരുവനന്തപുരത്ത് മകൻ അമ്മയെ കുത്തി 35 വയസ്സുള്ള അമ്മ ദീപയെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ദീപ അപകടനില തരണം ചെയ്തതായി ആശുപത്രി വൃത്തങ്ങൾ അറിയിച്ചു. +2 വിദ്യാർത്ഥിയായ മകനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. സെക്രട്ടേറിയറ്റിന് മുന്നിലാണ് ഞെട്ടിക്കുന്ന സംഭവമുണ്ടായത്. 35 വയസ്സുള്ള ദീപയെ +2 വിദ്യാർത്ഥിയായ മകനാണ് കയ്യിലുണ്ടായിരുന്ന കോമ്പസ് വെച്ച് കുത്തിയത്. ഇരുവരും തമ്മിൽ വാക്കുതർക്കമുണ്ടാവുകയും തുടർന്ന് കുത്തിയതായും ദൃക്സാക്ഷികൾ പറഞ്ഞു. അവരായിട്ട് തമ്മിൽ സംസാരിച്ചുകൊണ്ട് വന്നപ്പോഴത്തേക്ക് അമ്മയും മോനും ഇവിടെ നിന്ന് സംസാരിച്ചു. അപ്പം സംസാരിക്കണേൽ കയർപ്പുണ്ടായിരുന്നത് കണ്ടുകൊണ്ട് ഞാൻ ശ്രദ്ധിച്ചു. ഞാൻ ഇവിടെ നിൽക്കുകയായിരുന്നു, സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. കയർപ്പ് കണ്ടപ്പോൾ എനിക്ക് നിന്ന നിപ്പിൽ തന്നെ ഇതെടുത്ത് കോമ്പസ് എടുത്ത് ഒരൊറ്റ കുത്ത്. ദീപയെ ഉടൻ തന്നെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ദീപ അപകടനില തരണം ചെയ്തതായി ആശുപത്രി വൃത്തങ്ങൾ അറിയിച്ചു. തിരുവനന്തപുരം പുളിയറക്കോണം സ്വദേശികളാണ് അമ്മയും മകനും. മകനെ തിരുവനന്തപുരം കന്റോൺമെന്റ് പോലീസ് ഉടൻ തന്നെ അറസ്റ്റ് ചെയ്തു. മകൻ ലഹരിക്കടിമയാണെന്നും മാനസികാസ്വാസ്ഥ്യമുള്ളതായും പോലീസ് അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. കോട്ടയം SME കോളേജിൽ പൊള്ളലേറ്റു മരിച്ച വിദ്യാർത്ഥിനി ലക്ഷ്മിയുടെ മൃതദേഹം ഹരിപ്പാട്ടെ വീട്ടുവളപ്പിൽ സംസ്കരിച്ചു. ആദർശിന്റെ മൃതദേഹം കൊല്ലം നീണ്ടകരയിലെ വീട്ടിൽ രാത്രി 8 മണിയോടെ സംസ്കരിക്കും. പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷമാണ് ഇരുവരുടെയും മൃതദേഹങ്ങൾ ബന്ധുക്കൾക്ക് വിട്ടു നൽകിയത്. 8 മണിയോടെ തുടങ്ങിയ ഇൻക്വസ്റ്റ് നടപടികൾ 10 മണിയോടെ പൂർത്തിയായ ശേഷം ലക്ഷ്മിയുടെ പോസ്റ്റ്മോർട്ടമാണ് ആദ്യം ആരംഭിച്ചത്. സഹപാഠികളും നാട്ടുകാരും ഉൾപ്പെടെ നൂറുകണക്കിന് ആളുകൾ മെഡിക്കൽ കോളേജിൽ മുന്നിലെത്തിയിരുന്നു. 11 മണിയോടെ പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാക്കിയ ശേഷം ലക്ഷ്മിയുടെ മൃതദേഹം ബന്ധുക്കൾ ഏറ്റുവാങ്ങി സ്വദേശമായ ഹരിപ്പാടേക്ക് കൊണ്ടുപോയി. SME കോളേജിൽ മൃതദേഹം പൊതുദർശനത്തിന് വയ്ക്കാൻ തീരുമാനിച്ചിരുന്നെങ്കിലും പിന്നീട് ഈ തീരുമാനം മാറ്റുകയായിരുന്നു. ലക്ഷ്മിയുടെ മൃതദേഹം കൊണ്ടുപോയതിനു ശേഷമാണ് ആദർശിന്റെ പോസ്റ്റ്മോർട്ടം നടപടികൾ തുടങ്ങിയത്. പിതാവും ബന്ധുക്കളും ചേർന്ന് മൃതദേഹം ഏറ്റുവാങ്ങി കൊല്ലം നീണ്ടകരയിലേക്ക് കൊണ്ടുപോയി. സംഭവം നടന്നതിന് പിന്നാലെ ഇന്നലെ തന്നെ ഏറ്റുമാനൂർ മജിസ്ട്രേറ്റ് ഇരുവരുടെയും മരണമൊഴികൾ രേഖപ്പെടുത്തിയിരുന്നു. സംഭവം നടന്ന കോളേജിലെ ലൈബ്രറിയിൽ ഫോറൻസിക് വിദഗ്ധരും പരിശോധന നടത്തിയിരുന്നു. അതിദാരുണമായ ദുരന്തം നടന്നതിന്റെ ഞെട്ടലിലാണ് ഇപ്പോഴും SME കോളേജിലെ വിദ്യാർത്ഥികളും അധ്യാപകരും. തിങ്കളാഴ്ച വരെ കോളേജിന് അവധി പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ന്യൂസ് ബ്യൂറോ, കോട്ടയം. തിരുവനന്തപുരത്ത് മാറ്റിസ്ഥാപിച്ച ബിവറേജസ് ഔട്ട്ലെറ്റ് വിദ്യാർത്ഥിനികളുടെ ശക്തമായ പ്രതിഷേധത്തെ തുടർന്ന് പൂട്ടി. തിരുവനന്തപുരം ബേക്കറി ജംഗ്ഷനിൽ നിന്ന് നന്ദൻകോട്ടേക്ക് മാറ്റിസ്ഥാപിച്ച ഔട്ട്ലെറ്റാണ് തുറന്ന ദിവസം തന്നെ പൂട്ടേണ്ടി വന്നത്. ദേശീയപാതയോരത്തുള്ള ബിവറേജസ് ഔട്ട്ലെറ്റുകൾ മാർച്ച് 31-നകം മാറ്റിസ്ഥാപിക്കാൻ സുപ്രീം കോടതി ഉത്തരവിട്ടിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ ബേക്കറി ജംഗ്ഷനിലെ ബിവറേജസ് ഔട്ട്ലെറ്റ് നന്ദൻകോട്ടയ്ക്ക് മാറ്റിസ്ഥാപിച്ചു. ഔട്ട്ലെറ്റിനെതിരെ ഇതിനടുത്ത് സ്ഥിതി ചെയ്യുന്ന ഹോളി ഏഞ്ചൽ സ്കൂളിലെ കുട്ടികൾ റോഡ് ഉപരോധിച്ചുകൊണ്ട് സമരരംഗത്തേക്കെത്തി. എല്ലാവർക്കും കൂടി വന്ന് പ്രൊട്ടസ്റ്റ് ചെയ്യാൻ കാരണം കുട്ടികൾക്ക് അതൊരു ബുദ്ധിമുട്ടാണ്. ഈ വഴി കൂടിയാണ് അവർ നടക്കുന്നതും എല്ലാം. അപ്പോൾ ഇങ്ങനെ മദ്യപാനികൾ ഈ വഴിയൊക്കെ നടക്കുവാണെങ്കിൽ അത് ഞങ്ങൾക്കൊരു ബുദ്ധിമുട്ടാവും. വിദ്യാർത്ഥികൾ ഒരുമിച്ച് ചേർന്ന് കഴിഞ്ഞാൽ എന്തും നടക്കും എന്നുള്ളത് ഇവിടെ തെളിഞ്ഞിരിക്കുകയാണ്. ജനവാസ കേന്ദ്രത്തിലാണ് ഔട്ട്ലെറ്റ് സ്ഥാപിച്ചതെന്ന് ചൂണ്ടിക്കാട്ടി നാട്ടുകാരും സമരരംഗത്തെത്തി. കൊച്ചുകുട്ടികളുടെ കടുത്ത പ്രതിഷേധത്തിന് മുന്നിൽ അധികൃതർ മുട്ടുമടക്കി. നഗരസഭാ അധികൃതർ എത്തി ഔട്ട്ലെറ്റ് പൂട്ടി സീൽ ചെയ്തു. സുപ്രീം കോടതി ഉത്തരവിനെ തുടർന്ന് 25ഓളം ഔട്ട്ലെറ്റുകൾ മാറ്റിസ്ഥാപിച്ചു കഴിഞ്ഞു. ഇനി 150ഓളം ഔട്ട്ലെറ്റുകളാണ് മാറ്റിസ്ഥാപിക്കാനുള്ളത്. മാറ്റിസ്ഥാപിക്കുന്ന ഔട്ട്ലെറ്റുകൾക്ക് മുന്നിൽ നാട്ടുകാർ പ്രക്ഷോഭവുമായി എത്തുന്നതിനാൽ ബിവറേജസ് MD പോലീസ് സംരക്ഷണം ആവശ്യപ്പെട്ടിരിക്കുകയാണിപ്പോൾ. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. മറ്റക്കര ടോംസ് കോളേജിന്റെ 2017-18 വർഷത്തെ പ്രവേശനം റദ്ദാക്കി. തിരുവനന്തപുരത്ത് ചേർന്ന സാങ്കേതിക സർവകലാശാല എക്സിക്യൂട്ടീവ് യോഗത്തിലാണ് തീരുമാനം. കോളേജിൽ അന്വേഷണത്തിന് നിയോഗിച്ച സർവകലാശാല ഉപസമിതിയുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് തീരുമാനം. മറ്റക്കര ടോംസ് എഞ്ചിനീയറിംഗ് കോളേജിൽ അടിസ്ഥാന സൗകര്യങ്ങളില്ലെന്നും നിയമങ്ങൾ ലംഘിച്ചാണ് കോളേജ് നടത്തുന്നതെന്നും സാങ്കേതിക സർവകലാശാല ഉപസമിതി നടത്തിയ തെളിവെടുപ്പിൽ കണ്ടെത്തിയിരുന്നു. ടോംസ് കോളേജിൽ ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥികളിൽ ട്രാൻസ്ഫർ വേണ്ടവർക്ക് മറ്റു കോളേജുകളിലേക്ക് മാറാം. ഇതിന് ടോംസ് കോളേജിന്റെ NOC ആവശ്യമില്ല. സർവകലാശാല തന്നെ NOC നൽകും. ഈ വർഷം കോളേജിൽ തുടരാൻ ആഗ്രഹിക്കുന്നവർക്ക് തുടരാം. വിദ്യാർത്ഥികളുടെ ഭാവിയെ കരുതി ഈ വർഷം അഫിലിയേഷൻ റദ്ദാക്കേണ്ടതില്ല എന്നും തീരുമാനിച്ചിട്ടുണ്ട്. ഇത് സംബന്ധിച്ച കൂടുതൽ കാര്യങ്ങൾ AICTEയുമായി ആലോചിച്ച് തീരുമാനിക്കും. അതേസമയം കോളേജിന്റെ അഫിലിയേഷൻ പുതുക്കേണ്ടെന്ന് എക്സിക്യൂട്ടീവ് യോഗം തീരുമാനിച്ചാലും അഫിലിയേഷൻ ആവശ്യമായ മാനദണ്ഡങ്ങൾ പാലിച്ച് AICTEക്ക് അപേക്ഷ നൽകിയാൽ കോളേജിന് അടുത്ത വർഷവും പുതിയ ബാച്ചിന് പ്രവേശനം നൽകാനാകുമെന്നും ചൂണ്ടിക്കാണിക്കപ്പെടുന്നു. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. KSRTCയിൽ ഒരു വിഭാഗം സംഘടനകൾ ഇന്ന് അർദ്ധരാത്രി മുതൽ 24 മണിക്കൂർ പണിമുടക്ക് നടത്തും. വിവരങ്ങളുമായി സജേഷ് ചേരുകയാണ്. സജേഷ്, ഏതൊക്കെ സംഘടനകളാണ് പണിമുടക്കിൽ പങ്കെടുക്കുക? എന്തൊക്കെയാണ് സംഘടനകളുടെ ആവശ്യം? ഗ്രീഷ്മ, കോൺഗ്രസ് അനുകൂല സംഘടനകളുടെ സംയുക്ത വേദിയായിട്ടുള്ള TDFും BMSന്റെ സ്റ്റേറ്റ് ട്രാൻസ്പോർട്ട് എംപ്ലോയീസ് സംഘവും AITUCയുമാണ് ഈ പണിമുടക്കിൽ പങ്കെടുക്കുന്നത്. ഇന്ന്
അർദ്ധരാത്രി 12 മുതൽ നാളെ അർദ്ധരാത്രി 12 വരെ 24 മണിക്കൂർ സമരമാണുള്ളത്. ഇന്ന് വിവിധ തൊഴിലാളി സംഘടനകളുമായി മന്ത്രി AK ശശീന്ദ്രൻ ഗതാഗത വകുപ്പ് മന്ത്രി ചർച്ച നടത്തിയിരുന്നു. ഈ ചർച്ചയ്ക്ക് ശേഷമാണ് ഈ 3 സംഘടനകളും സമരം തുടരാനുള്ള നേരത്തെയുള്ള തീരുമാനം ഉറച്ചു നിൽക്കാൻ തീരുമാനിച്ചത്. അതേസമയം CITU അനുകൂല സംഘടനയായിട്ടുള്ള KSRTE ഈ സമരത്തിൽ നിന്ന് പിന്മാറിയിട്ടുണ്ട്. മന്ത്രിയുമായി നടത്തിയ ചർച്ചയിൽ 7-ാം തീയതി ശമ്പളം നൽകുമെന്ന് ഉറപ്പ് പറഞ്ഞു. ഇതുവരെ ശമ്പളം കിട്ടാത്ത സാഹചര്യത്തിലായിരുന്നു 3-ാം തീയതി സമരം നിശ്ചയിച്ചിരുന്നത്. 7-ാം തീയതി പൂർണ്ണ ശമ്പളം നൽകുമെന്നും ഇതിനായി KTDFയിൽ നിന്ന് 100 കോടി രൂപ സർക്കാർ ലഭ്യമാക്കുമെന്നും മന്ത്രി ഇന്നത്തെ ജീവനക്കാരുടെ സംഘടനകളുടെ ചർച്ചയിൽ പറഞ്ഞു. ഈ മന്ത്രിയുടെ ഉറപ്പിനെ തുടർന്ന് KSRTE സമരത്തിൽ നിന്ന് പിന്മാറുകയായിരുന്നു. മറ്റു സംഘടനകൾ സമരവുമായി മുന്നോട്ട് പോകുന്നത് നിരുത്തരവാദപരമായ സമീപനമാണെന്ന് പിന്നീട് AK ശശീന്ദ്രൻ മാധ്യമങ്ങളോട് പറഞ്ഞു. 7-ാം തീയതി ശമ്പളം നൽകുമെന്ന കാര്യത്തിൽ ഉറപ്പ് നൽകി. അതോടൊപ്പം തന്നെ 1.5 മാസത്തെ പെൻഷൻ കുടിശ്ശികയാണ് ഇപ്പോൾ നൽകാനുള്ളത്. അതിൽ 1 മാസത്തെ പെൻഷൻ കുടിശ്ശിക ഇന്ന് തന്നെ വിതരണം ചെയ്യുമെന്ന് ഉറപ്പ് മന്ത്രി ജീവനക്കാരുടെ സംഘടനകൾക്ക് നൽകിയിരുന്നു. അതിനുശേഷവും സമരവുമായി മുന്നോട്ട് പോകുന്ന സംഘടനകളുടെ സമീപനത്തെയാണ് മന്ത്രി AK ശശീന്ദ്രൻ വിമർശിച്ചത്. ഈ 3 സംഘടനകളും ഇന്ന് രാത്രി 12 മുതൽ നാളെ രാത്രി 12 വരെ സമരത്തിന് തീരുമാനിച്ചിരിക്കുകയാണ്. അതേസമയം KSRTE പിന്മാറിയതോടുകൂടി വലിയ തോതിൽ ഈ സമരം KSRTC സർവീസുകളെ ബാധിച്ചേക്കില്ല. ഗ്രീഷ്മ, സംസ്ഥാനത്ത് നാളെ ഒരു വിഭാഗം KSRTC ജീവനക്കാർ പണിമുടക്കും. ജനകീയോത്സവമായി ഡിവൈഎഫ്ഐയുടെ മത്സ്യകൃഷി വിളവെടുപ്പ്. അഖിലേന്ത്യാ സമ്മേളനത്തോടനുബന്ധിച്ച് വൈപ്പിനിൽ നടന്ന വിളവെടുപ്പ് സംവിധായകൻ രഞ്ജി പണിക്കർ ഉദ്ഘാടനം ചെയ്തു. വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നും കേന്ദ്രഭരണ പ്രദേശങ്ങളിൽ നിന്നുമായി 700ഓളം പ്രതിനിധികളാണ് ഡിവൈഎഫ്ഐ 10ാമത് അഖിലേന്ത്യാ സമ്മേളനത്തിനായി കൊച്ചിയിലെത്തുന്നത്. ഇവർക്കുള്ള ഭക്ഷണമൊരുക്കാൻ ജൈവകൃഷിയിലൂടെ അരിയും പച്ചക്കറിയും തയ്യാറാക്കിയ സംഘാടകർ മത്സ്യവും സ്വന്തമായി കൃഷി ചെയ്തു. 2 മാസം മുമ്പ് നിക്ഷേപിച്ച മത്സ്യങ്ങളുടെ വിളവെടുപ്പിന് രഞ്ജി പണിക്കർ തുടക്കം കുറിച്ചു. ഒരുപക്ഷെ ഇന്ത്യക്കകത്ത് നിന്നുകൊണ്ട് തന്നെ ആക്രമിക്കുന്ന, ഇന്ത്യയെ അധിനിവേശം ചെയ്യുന്ന പുതിയ ഫാസിസ്റ്റ് രാഷ്ട്രീയ നിലപാടുകൾക്കെതിരെ ഇന്ത്യൻ ജനതയുടെ പ്രതിരോധം കെട്ടിപ്പടുക്കുന്നതിന് വേണ്ടിയുള്ള ഒരു വലിയ തുടക്കമായി ഞാൻ ഡിവൈഎഫ്ഐയുടെ ദേശീയ സമ്മേളനത്തെ കാണുന്നു. നമ്മുടെ പാരമ്പര്യവുമായും നമ്മുടെ പൈതൃകവുമായും ബന്ധപ്പെട്ട ഭക്ഷണ സാധനങ്ങൾ ഉൽപ്പാദിപ്പിച്ചെടുക്കുക, അതിൽ വലിയ ജനപങ്കാളിത്തം ഉണ്ടാവുക എന്ന് പറയുന്നത് ഒരുതരം വിപ്ലവം തന്നെയാണ്. കരിമീൻ, ആറ്റുകൊഞ്ച്, കണമ്പ് തുടങ്ങിയ മത്സ്യങ്ങളാണ് വിളവെടുത്തത്. ഡിവൈഎഫ്ഐ അഖിലേന്ത്യാ സെക്രട്ടറി അവോയ് മുഖർജി, CPIM എറണാകുളം ജില്ലാ സെക്രട്ടറി P രാജീവ്, S ശർമ്മ MLA തുടങ്ങിയവർക്കൊപ്പം വൈപ്പിനിലെ നല്ലവരായ നാട്ടുകാരും മത്സ്യ വിളവെടുപ്പിൽ പങ്കാളികളായി. ന്യൂസ് ബ്യൂറോ, കൊച്ചി. ലോ അക്കാദമി പ്രശ്നത്തിൽ ADMന്റെ നേതൃത്വത്തിൽ സമരക്കാരും മാനേജ്മെന്റും നടത്തിയ ചർച്ച പരാജയം. ലക്ഷ്മി നായരെ പൂർണ്ണമായും പ്രിൻസിപ്പൽ സ്ഥാനത്ത് നിന്ന് നീക്കണമെന്ന് വിദ്യാർത്ഥികൾ ആവശ്യപ്പെട്ടു. പ്രിൻസിപ്പലിനെ പുറത്താക്കിയതായി ADMന്റെ അധ്യക്ഷതയിൽ എഴുതി നൽകണമെന്ന് സമരക്കാർ ആവശ്യപ്പെട്ടു. നാളെ വീണ്ടും ചർച്ച നടക്കും. വിവരങ്ങളുമായി ജിതിൻ ചന്ദ്രൻ ചേരുകയാണ്. ജിതിൻ, സമരക്കാരുടെ ഏതൊക്കെ ആവശ്യങ്ങളാണ് മാനേജ്മെന്റ് നിഷേധിച്ചത്? കൂടുതൽ വിവരങ്ങൾ കൂടി. ഗ്രീഷ്മ, ലോ അക്കാദമി സമരം ഒത്തുതീർപ്പിലേക്ക് എത്തിക്കാനുള്ള ജില്ലാ ഭരണകൂടത്തിന്റെ ശ്രമവും പരാജയപ്പെട്ടിരിക്കുകയാണ്. അസിസ്റ്റന്റ് ജില്ലാ മജിസ്ട്രേറ്റിന്റെ സാന്നിധ്യത്തിൽ വിദ്യാർത്ഥികളും മാനേജ്മെന്റ് പ്രതിനിധികളുമായി നടത്തിയ ചർച്ചയും തീരുമാനമാവാതെ പിരിഞ്ഞിരിക്കുന്നു. പ്രിൻസിപ്പൽ ഒന്നുകിൽ രാജിവെക്കണം, അല്ലെങ്കിൽ സ്ഥിരമായി പ്രിൻസിപ്പളെ മാനേജ്മെന്റ് പുറത്താക്കണമെന്ന ആവശ്യമാണ്, തങ്ങളുടെ നേരത്തെയുള്ള ആവശ്യമാണ് ഇന്നും വിദ്യാർത്ഥികൾ യോഗത്തിൽ ആവർത്തിച്ച് ആവശ്യപ്പെട്ടത്. എന്നാൽ മാനേജ്മെന്റ് ഇക്കാര്യത്തിൽ ഇതിന് തയ്യാറായില്ല. ഒപ്പം തന്നെ നേരത്തെ SFIയുമായി ഉള്ള ചർച്ചയിൽ മാനേജ്മെന്റ് നൽകിയ ഉറപ്പുകൾ വീണ്ടും ADMന്റെ അധ്യക്ഷതയിൽ എഴുതി നൽകുക, അല്ലെങ്കിൽ SFIക്ക് നൽകിയ ആ ഉറപ്പുകളുടെ മിനിറ്റ്സ് ഹാജരാക്കുക എന്ന ആവശ്യവും യോഗത്തിൽ വിദ്യാർത്ഥികൾ ഉന്നയിച്ചു. ഇതിനും മാനേജ്മെന്റിന് സാധിച്ചില്ല. ഈ സാഹചര്യത്തിലാണ് യോഗം തീരുമാനമാകാതെ പിരിഞ്ഞിരിക്കുന്നത്. ഒന്നുകിൽ പ്രിൻസിപ്പൽ രാജിവെക്കുക, അല്ലെങ്കിൽ പ്രിൻസിപ്പളെ ഇന്ന കുറ്റങ്ങളാൽ സ്ഥിരമായി പുറത്താക്കുന്നു എന്ന് ADMന്റെ അധ്യക്ഷതയിൽ, ADMന്റെ സാന്നിധ്യത്തിൽ മാനേജ്മെന്റ് പ്രതിനിധികൾ, മാനേജ്മെന്റിന്റെ ഗവേണിംഗ് കൗൺസിൽ വിദ്യാർത്ഥികൾക്ക് എഴുതി ഒപ്പിട്ട് നൽകണമെന്നാണ് വിദ്യാർത്ഥികൾ ഇന്ന് ആവശ്യപ്പെട്ടത്. അതുമല്ലെങ്കിൽ വിദ്യാഭ്യാസ മന്ത്രിയുടെ അധ്യക്ഷതയിൽ വീണ്ടും യോഗം വിളിച്ച് മാനേജ്മെന്റ് പ്രതിനിധികളും വിദ്യാർത്ഥികളും തമ്മിലുള്ള ചർച്ച നടത്തണമെന്നും വിദ്യാർത്ഥികൾ യോഗത്തിൽ ആവശ്യപ്പെടുകയുണ്ടായി. ഇതിനെ തുടർന്നാണ് ഇപ്പോൾ യോഗം തീരുമാനമാകാതെ പിരിഞ്ഞിരിക്കുന്നത്. യോഗത്തിന് ശേഷം മാനേജ്മെന്റ് പ്രതിനിധികൾ നമ്മോട് വ്യക്തമാക്കിയിരിക്കുന്നത്
തങ്ങൾ നേരത്തെ നൽകിയ ഉറപ്പുകൾ ഇപ്പോൾ മറ്റ് വിദ്യാർത്ഥി സംഘടനകൾക്ക് മുന്നിലും ആവർത്തിച്ചു എന്നത് മാത്രമാണ്. അതേസമയം സമരവുമായി മുന്നോട്ട് പോകും എന്ന് വിദ്യാർത്ഥി സംഘടനകളെല്ലാം തന്നെ വ്യക്തമാക്കിയിരിക്കുന്നു. ഇന്ന് അസിസ്റ്റന്റ് ജില്ലാ മജിസ്ട്രേറ്റിന്റെയും സബ് കളക്ടറുടെയും ACPയുടെയും എല്ലാം സാന്നിധ്യത്തിലാണ് സമരം ചെയ്യുന്ന SFI ഒഴികെയുള്ള വിദ്യാർത്ഥി സംഘടനകളുമായും ഒപ്പം മാനേജ്മെന്റ് പ്രതിനിധികളായി നാരായണൻ നായർ നേരിട്ടെത്തി യോഗത്തിൽ പങ്കെടുക്കുകയുണ്ടായിരുന്നു. ഈ ചർച്ചയും എന്തായാലും ഒത്തുതീർപ്പിലെത്താതെ യാതൊരു പരിഹാരത്തിലും എത്താതെ പരാജയപ്പെട്ടിരിക്കുകയാണ്. ഗ്രീഷ്മ. ശരി, ജിതിൻ ചന്ദ്രനാണ് വിവരങ്ങൾ നൽകിയത്. ലോ അക്കാദമിയിൽ സമരം തുടർന്ന സാഹചര്യത്തിൽ പ്രശ്നത്തിൽ സർക്കാർ അടിയന്തരമായി ഇടപെടണമെന്ന് പന്ന്യൻ രവീന്ദ്രൻ. വിഷയം അടുത്ത ഇടതുമുന്നണി യോഗത്തിൽ ഉന്നയിക്കും. ഏതെങ്കിലും ഒരു സംഘടനയുമായി മാനേജ്മെന്റ് ഒത്തുതീർപ്പുണ്ടാക്കിയാൽ സമരം അവസാനിക്കില്ലെന്നും പന്ന്യൻ രവീന്ദ്രൻ കോഴിക്കോട് പറഞ്ഞു. ഗവൺമെന്റ് എന്ന തലത്തിൽ ഈ കാര്യത്തിൽ ഇടപെടണം, തീരുമാനമെടുക്കണം. അതിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി എന്ന രീതിയിൽ നമ്മൾ ആ കാര്യത്തെക്കുറിച്ച് പരിശോധിക്കാൻ നമ്മൾ ആലോചിക്കുന്നുണ്ട്. മുന്നണി അടുത്തേക്ക് ചേരും, പരിശോധിക്കും. ആ സമരത്തെ എല്ലാവരും കൂടി ഒരുമിച്ച് ഒരേ ആവശ്യത്തിന് സമരം നടത്തുക. ആ സമരത്തിൽ മാനേജ്മെന്റ് ചുളിവിൽ ഒരു സംഘടന വിളിച്ച് സമരം ഒത്തുതീർപ്പായെന്ന് പറഞ്ഞാൽ ഒത്തുതീർപ്പാവില്ല. അതാണ് അവിടെ ഉണ്ടായത്. അഹമ്മദിന് ജന്മനാടിന്റെ അന്ത്യാഞ്ജലി. അഹമ്മദിന്റെ മൃതദേഹം ജന്മനാടായ കണ്ണൂരിലെ ടൗൺ ജുമാ മസ്ജിദിൽ ഖബറടക്കി. പൂർണ്ണ ഔദ്യോഗിക ബഹുമതികളോടെയാണ് ഖബറടക്കം നടന്നത്. ആയിരങ്ങളാണ് അഹമ്മദ് സാഹിബിന് അന്ത്യാഞ്ജലി അർപ്പിക്കാൻ കണ്ണൂരിലേക്ക് ഒഴുകിയെത്തിയത്. അഖിലേന്ത്യാ പ്രസിഡന്റായിരുന്ന അഹമ്മദിന്റെ മൃതദേഹം രാത്രി 12 മണിയോടെയാണ് ജന്മനാടായ കണ്ണൂരിലെ സിതാരയിൽ എത്തിച്ചത്. ബന്ധുക്കളും നാട്ടുകാരും അന്തിമോപചാരം അർപ്പിച്ച ശേഷം രാവിലെ 8:30 കണ്ണൂർ കോർപ്പറേഷന് മുന്നിൽ പൊതുദർശനത്തിന് വെച്ചു. മന്ത്രി കടന്നപ്പള്ളി രാമചന്ദ്രൻ, CPIM ജില്ലാ സെക്രട്ടറി PJ രാജൻ, നേതാക്കൾ VM സുധീരൻ, PC ചാക്കോ, PK കുഞ്ഞാലിക്കുട്ടി, ചെർക്കളം അബ്ദുള്ള, PK കൃഷ്ണദാസ്, CKP പത്മനാഭൻ, PK ശ്രീമതി, KM മാണി, KC വേണുഗോപാൽ, ജോസ് K മാണി, KPA മജീദ് തുടങ്ങിയവർ അന്തിമോപചാരങ്ങൾ അർപ്പിച്ചു. ദീനുൽ ഇസ്ലാം സ്കൂൾ പരിസരത്ത് പൊതുദർശനത്തിന് വെച്ച ശേഷം 11:30 സിറ്റി ജമാഅത്ത് പള്ളിയിൽ ഹൈദരലി ശിഹാബ് തങ്ങളുടെ നേതൃത്വത്തിൽ മയ്യത്ത് നമസ്കാരത്തിന് ശേഷം 12 മണിയോടെ ജമാഅത്ത് പള്ളി ഖബറിസ്ഥാനിൽ അഹമ്മദിന്റെ മൃതദേഹം ഖബറടക്കി. ന്യൂസ് ബ്യൂറോ, കണ്ണൂർ. കണ്ണൂരിൽ നിന്നാണ് അഹമ്മദ് കോളേജ് വിദ്യാഭ്യാസവും ഒപ്പം രാഷ്ട്രീയ രംഗപ്രവേശനവും നടത്തുന്നത്. അഹമ്മദിന്റെ രാഷ്ട്രീയ വളർച്ചയ്ക്ക് പിന്നിൽ എന്നും താങ്ങും തണലുമായിരുന്നു കുട്ട്യാമ്പറത്തെ റഹീം. മുസ്ലിം ലീഗിന്റെ അഖിലേന്ത്യാ പ്രസിഡന്റായി, കേന്ദ്ര സഹമന്ത്രിയായി ലോകം അറിഞ്ഞ അഹമ്മദ് രാഷ്ട്രീയത്തിൽ പിച്ചവെച്ച് തുടങ്ങിയത് കണ്ണൂരിലെ മണ്ണിലാണ്. അഹമ്മദിന്റെ വഴികളിൽ ചുവടുറപ്പിച്ച് മുന്നോട്ടു പോകാൻ ഒരു ആത്മമിത്രമുണ്ടായിരുന്നു എന്നും 2 വർഷം മുൻപ് മരണപ്പെട്ട കുറ്റ്യാപ്പുറത്ത് റഹീം എന്ന കളിക്കൂട്ടുകാരൻ. അദ്ദേഹത്തിന്റെ പേഴ്സണൽ സെക്രട്ടറി കൂടിയായിരുന്നു റഹീം സാഹിബ്. അതിനുമപ്പുറമായിരുന്നു അവരുടെ ആത്മബന്ധമെന്ന് മകൻ PK സാഹിർ പറയുന്നു. അഹമ്മദ് സാഹിബിന്റെ പേരിൽ തന്നെയാണ് ഫാദറും അറിയപ്പെടുന്നത്. ആ രീതിയിലാണ് അവരുടെ ബന്ധം. രാഷ്ട്രീയത്തിനപ്പുറത്ത് വ്യക്തിബന്ധമായിരുന്നു അവർ തമ്മിലുണ്ടായിരുന്നത്. ലീഗ് സ്പ്ലിറ്റായിരുന്ന സമയത്ത് അഖിലാന്തിയിലേക്കിലാണ് എൻ്റെ ഫാദർ പോയിരുന്നത്. അഹമ്മദ് സാഹിബുമായിട്ട് അതിനുശേഷവും നല്ല വ്യക്തിബന്ധമാണ് സ്ഥാപിച്ചത്. ദീനുൽ ഇസ്ലാം സഭയുടെ പ്രസിഡന്റ് പദവിയിലൂടെയായിരുന്നു അഹമ്മദ് തന്റെ രാഷ്ട്രീയ രഥയാത്ര ആരംഭിച്ചത്. ഇതിന് പിന്നിലും ചാലകശക്തിയായത് റഹീം സാഹിബായിരുന്നു. കണ്ണൂരിലെ സിറ്റിയിലെ ഏറ്റവും വലിയ സ്ഥാപനം ദീനുൽ ഇസ്ലാം സഭയാണ്. ആ സഭയുടെ സാരഥികൾ വലിയ അന്നത്തെ ഉന്നതരായിരുന്നു. അഹമ്മദ് സാഹിബ് വളരെ ചെറുപ്പവും ആ സമയത്ത് അതിൻ്റെ പ്രസിഡന്റ് പദവിയിലേക്ക് എൻ്റെ ഫാദറായിരുന്നൊരു കിങ് മേക്കറായിട്ട് അവർക്ക് വേണ്ടി എല്ലാവിധ സഹായങ്ങളും കൊടുക്കുകയും ആ സമയത്ത് പ്രസിഡന്റ് പദവിയിലേക്ക് അഹമ്മദ് സാഹിബ് എത്തുകയും പിന്നീട് അങ്ങോട്ട് തിരിഞ്ഞു നോക്കണവരാണ്. അന്ന് മുതൽ ഇന്ന് വരെ ആ സ്ഥാനത്ത് അഹമ്മദ് സാഹിബ് തന്നെയാണ് ദീനുൽ ഇസ്ലാം സഭയുടെ പ്രസിഡന്റായിട്ടിരിക്കുന്നത്. പിന്നീട് ലീഗ് പിളർന്നപ്പോഴും ഇരുകരകളിൽ ആ ആത്മബന്ധം തുടർന്നു. അഹമ്മദ് എന്നും ഹൃദയത്തിലേറ്റിയതും എന്നും അദ്ദേഹത്തെ ഹൃദയത്തിലേറ്റിയതും കണ്ണൂർ സിറ്റിയാണ്. അവസാനം കണ്ണൂരിലെ മണ്ണിൽ നിന്നും അഹമ്മദ് സാഹിബ് അന്ത്യയാത്ര പോകുമ്പോൾ സിറ്റിയും നെടുവീർപ്പിടുകയാണ്. PV ജോഷില, ന്യൂസ് ബ്യൂറോ, കണ്ണൂർ. സ്വാശ്രയ കോളേജുകളിലെ പ്രവർത്തനം പരിശോധിക്കാൻ ഉന്നതതല സമിതി രൂപീകരിക്കും. അക്കാദമിക് നിലവാരവും കോളേജുകളുടെ നിയന്ത്രണവും സമിതി പരിശോധിക്കും. 4 വൈസ് ചാൻസലർമാരുടെ സമിതിയാകും ഇന്റേണൽ മാർക്കിന്റെ പ്രശ്നങ്ങൾ പഠിക്കുക. എല്ലാ സ്വാശ്രയ കോളേജുകളിലും PTയും വിദ്യാർത്ഥി യൂണിയൻ പ്രവർത്തനവും വേണമെന്നും തീരുമാനമായി. മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിലാണ് തീരുമാനം. വിവരങ്ങളുമായി ഷീജ ചേരുകയാണ്. ഷീജ, എന്തൊക്കെ നിർണായകമായ തീരുമാനങ്ങളാണ് യോഗത്തിൽ കൈക്കൊണ്ടത്?
ഗ്രീഷ്മ, സ്വാശ്രയ കോളേജുകളുടെ വിഷയത്തിൽ ശക്തമായ ഇടപെടലുമായാണ് ഇപ്പോൾ സംസ്ഥാന സർക്കാർ മുന്നോട്ട് വന്നിരിക്കുന്നത്. കോളേജുകളിലെ പ്രശ്നങ്ങളെക്കുറിച്ച് പഠിക്കാൻ ഉന്നതതല സമിതിയെ രൂപീകരിക്കാനാണ് ഇന്ന് മുഖ്യമന്ത്രി വിളിച്ചു ചേർത്ത വൈസ് ചാൻസലർമാരുടെ യോഗത്തിൽ തീരുമാനമായിരിക്കുന്നത്. ഈ സമിതി കോളേജുകളുടെ നിയന്ത്രണവും അക്കാദമിക് നിലവാരവും പരിശോധിക്കുന്നതായിരിക്കും. അതോടൊപ്പം തന്നെ വിദ്യാർത്ഥികളുടെ ഇന്റേണൽ മാർക്ക് സംബന്ധിച്ച് വലിയ തോതിൽ മാനേജ്മെന്റ് വിദ്യാർത്ഥികളെ പീഡിപ്പിക്കുന്നു, അവരെ ആയുധമാക്കുന്നു എന്നുള്ളത് വലിയ തോതിൽ തന്നെ ആക്ഷേപമായി ഉയർന്ന പശ്ചാത്തലത്തിൽ വിദ്യാർത്ഥികളുടെ ഇന്റേണൽ മാർക്കിന്റെ മാനദണ്ഡം പരിഷ്കരിക്കാൻ വേണ്ടി 4 അംഗ VC-മാരുടെ സമിതിയെ നിയോഗിക്കാനും തീരുമാനിച്ചിട്ടുണ്ട്. ഈ സമിതിയുടെ മേൽനോട്ടം വഹിക്കുക വിദ്യാഭ്യാസ മന്ത്രിയായിരിക്കും. അതോടൊപ്പം ഇതിനു പുറമെയാണ് എല്ലാ സ്വാശ്രയ കോളേജുകളിലും PTA-യുടെയും അതോടൊപ്പം തന്നെ കോളേജ് യൂണിയന്റെയും പ്രവർത്തനം ഉറപ്പാക്കണമെന്നും മുഖ്യമന്ത്രി യോഗത്തിൽ നിർദ്ദേശിച്ചത്. കൂടാതെ ക്രമക്കേടുകൾ ഓരോ സ്വാശ്രയ കോളേജുകളും നടത്തുന്ന ക്രമക്കേടുകളിൽ ശക്തമായ ഇടപെടൽ തന്നെയായിരിക്കണം സർവകലാശാലകൾ നടത്തേണ്ടത്. നിലവിലുള്ള അധികാരപരിധി ഉപയോഗിച്ചുകൊണ്ട് തന്നെ എല്ലാം ശക്തമായ രീതിയിൽ തന്നെ നിയന്ത്രിക്കണമെന്നും യോഗത്തിൽ മുഖ്യമന്ത്രി ആവശ്യപ്പെട്ടിട്ടുണ്ട്. കൂടാതെ സർവകലാശാലകളുടെ സ്റ്റാറ്റ്യൂട്ടിൽ പറയുന്ന പോസ്റ്റുകളിലേക്ക് മാത്രമേ ആളുകളെ എടുക്കാവുള്ളൂ എന്നും ഒപ്പം തന്നെ യൂണിവേഴ്സിറ്റികൾ ഓരോ സർവകലാശാലകളും സ്വാശ്രയ കോളേജുകളിൽ പരിശോധന നടത്തുന്നുണ്ട്. ഇവയുടെ പരിശോധന ശാസ്ത്രീയമാണോ എന്ന് ഉറപ്പാക്കാൻ സർക്കാർ അതിന്റെ മേൽനോട്ടം വഹിക്കാനും ഇന്നത്തെ യോഗത്തിൽ തീരുമാനമായിട്ടുണ്ട്. അധ്യാപകരുടെ അധ്യാപകനായ മമ്മൂട്ടി എത്തുന്നു. ശ്യാംധർ സംവിധാനം ചെയ്യുന്ന പേരിടാത്ത ചിത്രത്തിലാണ് മമ്മൂട്ടി ഏറെ പുതുമകളുള്ള കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നത്. എന്ന പൃഥ്വിരാജ് ചിത്രത്തിന് ശേഷം ശ്യാംധർ സംവിധാനം ചെയ്യുന്ന ചിത്രത്തിലാണ് മമ്മൂട്ടി അധ്യാപകരെ പഠിപ്പിക്കുന്ന അധ്യാപകനായി വേഷമിടുന്നത്. കുടുംബ ചിത്രത്തിൽ ആശാ ശരത്ത് നായികാ കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നു. ചിത്രത്തിന്റെ പേരും മമ്മൂട്ടി അവതരിപ്പിക്കുന്ന കഥാപാത്രത്തിന്റെ പേരും പിന്നീടാണ് പുറത്തുവിടുക എന്ന് സംവിധായകൻ ശ്യാംധർ പറഞ്ഞു. വളരെ ബ്രൈറ്റ് ആയിട്ടുള്ളൊരു സിനിമയാണ്, കളർഫുൾ ആയിട്ടുള്ളൊരു സിനിമയാണ്. കുറച്ച് നല്ല ചിന്തകളും തമാശകളും ഒക്കെ ആയിട്ട് വരുന്ന ഒരു നല്ല ഫാമിലി എന്റർടൈനർ ആയിരിക്കും ഈ സിനിമ. ഇത്തിരി കൗശലക്കാരനായിട്ടുള്ള കുറച്ച് കൗതുകം നിറഞ്ഞ ഒരു കഥാപാത്രമാണ് മമ്മൂക്കയുടെ ക്യാരക്ടർ. അതിൽ കൂടുതൽ വിശദാംശങ്ങൾ ഇപ്പം റിവീൽ ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ട്. ഒരു പറ്റം ആർട്ടിസ്റ്റുകൾ ഈ സിനിമയിൽ പങ്കുചേരുന്നുണ്ട് മമ്മൂക്കയോടൊപ്പം. ഇടുക്കിക്കാരനായ മമ്മൂട്ടി കഥാപാത്രം കൊച്ചിയിലേക്ക് അധ്യാപക പരിശീലകനായി എത്തുന്നതും തുടർന്നുണ്ടാകുന്ന രസകരമായ സംഭവങ്ങളുമാണ് ചിത്രത്തിന്റെ ഉള്ളടക്കം. യുവ എഴുത്തുകാരൻ രതീഷ് രവിയാണ് ഈ സിനിമയ്ക്ക് തിരക്കഥ തയ്യാറാക്കിയിരിക്കുന്നത്. MSA സിനിമയുടെ ബാനറിൽ B രാഗേഷും മുഹമ്മദ് സലീമും നിർമ്മിക്കുന്ന ചിത്രത്തിന്റെ പൂജയും സ്വിച്ച് ഓൺ കർമ്മവും കൊച്ചിയിൽ നടന്നു. നടൻ സിദ്ദിഖ്, നിർമ്മാതാവ് ആൻഡോ ജോസഫ്, മുൻ MP P രാജീവ് തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കൊച്ചി. മാരാമൺ കൺവെൻഷനിൽ വൈകുന്നേരം 6:30-ക്ക് ശേഷമുള്ള സുവിശേഷ യോഗങ്ങളിൽ സ്ത്രീകൾക്കുള്ള പ്രവേശന വിലക്ക് തുടരണമെന്ന് മാർത്തോമാ സഭ. സ്ത്രീകൾക്ക് പ്രവേശനം നിഷേധിക്കുന്നതിനെതിരെ സുവിശേഷ പ്രസംഗ സംഘത്തിന്റെ യോഗത്തിൽ അവതരിപ്പിച്ച പ്രമേയം സഭാ അധികൃതർ ഇടപെട്ട് തടഞ്ഞു. കാരണം വിശദീകരിക്കാതെ പ്രമേയം സഭാ നേതൃത്വം തള്ളിയതിനെതിരെ ശക്തമായ പ്രതിഷേധമാണ് സഭയ്ക്കുള്ളിൽ രൂപപ്പെടുന്നത്. 122ാം മാരാമൺ കൺവെൻഷന്റെ ഒരുക്കങ്ങൾ വിലയിരുത്തുന്നതിനായി ചേർന്ന യോഗത്തിലാണ് വൈകിട്ട് 6:30-ക്ക് ശേഷം കൺവെൻഷൻ നടക്കുന്ന പന്തലിനകത്തേക്ക് സ്ത്രീ പ്രവേശനം നിഷേധിക്കുന്നതിനെതിരെ പ്രമേയം അവതരിപ്പിക്കാൻ ശ്രമിച്ചത്. എന്നാൽ ഇതിന് സഭാ അധികൃതർ അനുമതി നൽകിയില്ല. സ്ത്രീകളുടെ സുരക്ഷിതത്വവും മണൽപ്പുറത്തെ സാഹചര്യവും ക്രമസമാധാന പാലനവും കണക്കിലെടുത്ത് കാലങ്ങൾക്ക് മുമ്പേ നിയന്ത്രണം ഏർപ്പെടുത്തിയെന്നാണ് സഭാ അധികൃതരുടെ വാദം. ചില പ്രത്യേക സംഭവങ്ങളുടെ പേരിൽ ഒരിക്കൽ ഏർപ്പെടുത്തിയ താൽക്കാലിക ക്രമീകരണം പിന്നീട് തിരുത്താതെ തുടരുകയായിരുന്നു. കൺവെൻഷനിൽ തന്നെ ധാരാളം സ്ത്രീകൾ കോഴഞ്ചേരിയുടെയും മാരാമണിന്റെയും ഇരുകരകളിലുമായിരുന്ന് രാത്രി യോഗങ്ങൾ കേൾക്കുകയും പ്രാർത്ഥനയിൽ പങ്കുചേരുകയും ചെയ്യുമ്പോഴാണ് വൈകിട്ട് 6:30-ന് ശേഷം സ്ത്രീകളെ പന്തലിൽ പ്രവേശിപ്പിക്കാത്തതെന്ന് പറഞ്ഞ് മറ്റൊരു വിഭാഗവും രംഗത്തെത്തിയിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, പത്തനംതിട്ട. അർബുദ രോഗത്തെ തുടർന്ന് തലമുടി നഷ്ടമായ സാധാരണ രോഗികൾക്ക് നാളിതുവരെ പരിപാലിച്ചു വളർത്തിയ സ്വന്തം മുടി മുറിച്ചു നൽകി മാതൃകയാവുകയാണ് ഇടുക്കിയിലെ മിടുക്കികൾ. മുരിക്കാശ്ശേരി മാർസ്ലിഹ കോളേജിലെയും തൊട്ടടുത്ത സ്കൂളിലെയും പെൺകുട്ടികളാണ് മുടിദാനം നടത്തിയത്. കോളേജ് ഓഡിറ്റോറിയത്തിലെ നിറഞ്ഞ സദസ്സിനെ സാക്ഷിയാക്കിയായിരുന്നു കുട്ടികൾ മുടി ദാനം ചെയ്തത്. നാളിതുവരെ തങ്ങൾ പരിപാലിച്ചു വളർത്തിയ മുടി മുറിച്ചു മാറ്റിയപ്പോൾ ഒരാളുടെ മുഖത്തും സങ്കടം കാണാനായില്ല. മറിച്ച് അഭിമാനബോധം വിടരുന്ന പുഞ്ചിരിയായിരുന്നു കുട്ടികളിൽ. തലമുടി നഷ്ടമായ അർബുദ രോഗികൾക്ക് കൃത്രിമ മുടി സൗജന്യമായി നൽകുന്ന സർഗക്ഷേത്ര എന്ന സംഘടനയുടെ ഭാരവാഹികളാണ് കുട്ടികളുടെ മുടി ഏറ്റുവാങ്ങിയത്. മുടി മുറിച്ചു നൽകാൻ ആയതിന്റെ സന്തോഷം കുട്ടികളും മറച്ചുവെച്ചില്ല. ദൈവം എനിക്ക് ദാനമായി തന്ന മുടി മറ്റൊരാൾക്ക് സമൂഹത്തിൽ ഇറങ്ങി നടക്കാൻ ആത്മധൈര്യം നൽകുന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാൻ കഴിയുന്നതാണ് എന്നെ സംബന്ധിച്ച്, അല്ല ഞങ്ങൾ എല്ലാവരെയും സംബന്ധിച്ച് ഏറ്റവും വലിയ കാര്യം. മുരിക്കാശ്ശേരി മാർസ്ലീവ കോളേജിലെ കുട്ടികളെ മാത്രം പങ്കെടുപ്പിച്ച് പരിപാടി നടത്താനായിരുന്നു സംഘാടകരുടെ ആദ്യ ശ്രമം. മുടി നൽകാൻ സന്നദ്ധരായ വിദ്യാർത്ഥികൾ ഇക്കാര്യം വീട്ടിലറിയിച്ചപ്പോൾ അനുജത്തിമാരും മുടി നൽകാൻ തയ്യാറായി.
ഇതോടെ സമീപത്തെ 2 സ്കൂളുകളുടെ പങ്കാളിത്തവും പരിപാടിക്കുണ്ടായി. ഈ സന്തോഷ നിമിഷങ്ങൾക്ക് സാക്ഷികളാകാൻ കുട്ടികളുടെ രക്ഷിതാക്കളും പരിപാടിയിൽ സന്നിഹിതരായിരുന്നു. ന്യൂസ് ബ്യൂറോ, ഇടുക്കി.